പശ്ചിമേഷ്യയിലെ യുദ്ധം 26-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ മേഖലയിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാക്കിയിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലുള്ള 13 അമേരിക്കൻ സൈനിക താവളങ്ങൾ വസിക്കാൻ യോഗ്യമല്ലാത്ത വിധം തകർക്കപ്പെട്ടതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതുമൂലം സൈനികരെ ഹോട്ടലുകൾ, ഓഫീസ് സ്ഥലങ്ങൾ എന്നിവയുൾപ്പെടെ താൽക്കാലിക സൗകര്യങ്ങളിലേക്ക് മാറ്റാൻ നിർബന്ധിതമാക്കുന്നതായും റിപ്പോർട്ടുണ്ട്. ഈ മാറ്റം ഫലത്തിൽ US സൈന്യത്തിന്റെ ചില വിഭാഗങ്ങളെ വിദൂര യുദ്ധത്തിലേക്ക് നയിച്ചിരിക്കുകയാണെന്ന് ദി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഈ മേഖലയിലെ 13 US സൈനിക താവളങ്ങളിൽ പലതും തകർന്ന് തരിപ്പണമായതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കുവൈറ്റിലെ താവളങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായതെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരും സൈനിക ഉദ്യോഗസ്ഥരും പറഞ്ഞു. കുവൈറ്റിലെ പോർട്ട് ഷുവൈബ, അലി അൽ സലൈം എയർബേസ്, ക്യാമ്പ് ബ്യൂറിംഗ് തുടങ്ങിയ സൗകര്യങ്ങൾ ഇറാനിയൻ ആക്രമണങ്ങളിൽ തകർന്നിട്ടുണ്ട്. പ്രവർത്തന കേന്ദ്രങ്ങൾ, വിമാനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇന്ധന സംവിധാനങ്ങൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ആക്രമണങ്ങൾ സൈനിക വിന്യാസത്തെ തടസ്സപ്പെടുത്തുക മാത്രമല്ല, സൈനികരുടെ സുരക്ഷയെക്കുറിച്ചും ഈ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രവർത്തനങ്ങളുടെ ദീർഘകാല നിലനിൽപ്പിനെക്കുറിച്ചും ഗുരുതരമായ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. ഇറാനുമായുള്ള യുദ്ധത്തിൽ US-ന് 16 യുദ്ധവിമാനങ്ങളും നഷ്ടമായെന്ന മറ്റൊരു റിപ്പോർട്ടിലും പറയുന്നു. ഡ്രോണുകളും ജെറ്റുകളും അടക്കം വിമാനങ്ങളാണ് നഷ്ടമായത്. കൂടാതെ സൈനിക താവളങ്ങളിലെ റഡാർ സംവിധാനങ്ങൾ അടക്കം തകർന്നു. നേരത്തെ ലിബിയയിലും ഇറാഖിലും നടത്തിയ സൈനിക നടപടിയിലും US-ന് യുദ്ധവിമാനങ്ങൾ നഷ്ടമായിരുന്നു. എന്നാൽ ഇതിനേക്കാൾ അധികം വിമാനങ്ങൾ ഇത്തവണ തകർന്നതായാണ് റിപ്പോർട്ട്. US-ന്റെ ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനങ്ങളിലൊന്നായ F-35 ലൈറ്റ്നിംഗ് II വിഭാഗത്തിലുള്ള വിമാനവും തകർന്നു. സൈനിക താവളങ്ങൾ തകർന്നതോടെ സൈന്യത്തെ താൽക്കാലികമായി ഹോട്ടലുകളിലേക്കുൾപ്പെടെ മാറ്റേണ്ടി വന്നിരിക്കുകയാണെന്നും റിപ്പോർട്ടിലുണ്ട്. ഇറാനെതിരെ കരയുദ്ധത്തിന് US ഒരുങ്ങുന്നുവെന്ന സൂചനകൾക്കിടെയാണ് അമേരിക്കൻ താവളങ്ങൾക്ക് കനത്ത നാശമുണ്ടായെന്ന വെളിപ്പെടുത്തൽ പുറത്തുവരുന്നത്. കുവൈറ്റിലെ ഷുവൈബ തുറമുഖം, അലിൽ അല്ലേം വ്യോമതാവളം, ക്യാമ്പ് ബുഫറിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം കനത്ത നാശനഷ്ടമുണ്ടായി. സൈനിക ഓപ്പറേഷന് വേണ്ട സാമഗ്രികൾ, വ്യോമതാവള, റൺവേ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ഇന്ധന പൈപ്പ് ലൈനുകൾ തുടങ്ങിയവയെല്ലാം ഇറാൻ തകർത്തു. സൈനികരുടെ സുരക്ഷയിലും മേഖലയിലെ ദീർഘകാല വിന്യാസത്തിന്റെ സാധ്യതയിലും ആശങ്ക ഉയരുന്നുണ്ട്. ഖത്തർ, ബഹ്റിൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ US സ്ഥാപനങ്ങളും ഇറാൻ തകർത്തുവെന്നും ന്യൂയോർക്ക് ടൈംസ് പറയുന്നു. ഖത്തറിലെ അൽ ഉദൈദ വ്യോമതാവളത്തിൽ ഇറാനിയൻ മിസൈലുകളും ഡ്രോണുകളും ആക്രമണം നടത്തി. നിർണായകമായ ഒരു റഡാർ സംവിധാനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. ബഹ്റിൽ US 5th ഫ്ലീറ്റ് ആസ്ഥാനത്തെ ആശയവിനിമയ ഉപകരണങ്ങൾക്ക് നേരെ ഒരു വൺവേ അറ്റാക്ക് ഡ്രോൺ ആക്രമണം നടത്തി. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിൽ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകളും ആശയവിനിമയ സംവിധാനങ്ങളും ആക്രമണങ്ങളിൽ തകർന്നു. ഇത് പ്രവർത്തനങ്ങളെ കൂടുതൽ തടസ്സപ്പെടുത്തിയെന്നും ബദൽ സ്ഥലങ്ങളെന്ന് ഉദ്യോഗസ്ഥർ വിശേഷിപ്പിക്കുന്ന സ്ഥലങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ സൈനിക വൃത്തങ്ങളിൽ പ്രവർത്തന ഫലവാപ്തിയെക്കുറിച്ച് ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് മേഖലയിലെ സിവിലിയന്മാരോട് US സൈനികരെ മാറ്റിപ്പാർപ്പിച്ച സ്ഥലങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ സുരക്ഷിതമായ കോമ്പൗണ്ടുകൾക്ക് പുറത്ത് താമസിക്കുന്ന ഉദ്യോഗസ്ഥരുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്നു. ഇറാനിയൻ മാധ്യമങ്ങൾ വഴി പ്രചരിച്ച സന്ദേശങ്ങളിൽ അമേരിക്കൻ സേനയെ ആതിഥേയത്വം വഹിക്കുന്നതിനെതിരെ IRGC താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. കൂടാതെ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴി സൈനിക സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഇന്റലിജൻസ് പങ്കിടാൻ അവരോട് ആവശ്യപ്പെട്ടു. സൈനിക ലക്ഷ്യങ്ങൾക്കപ്പുറം എംബസികളും ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങളും ആക്രമിക്കുക, മേഖലയിലുടനീളം ഡ്രോണുകളുടെയും മിസൈലുകളുടെയും തിരമാലകൾ വിക്ഷേപിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇറാൻ വിപുലമാക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിനെ ബാധിച്ചതോടെ ആഗോള ഷിപ്പിംഗിലേക്കും തടസ്സം വ്യാപിച്ചു. തുടർച്ചയായ US വ്യോമാക്രമണങ്ങൾക്ക് ശേഷം തിരിച്ചടിക്കാനുള്ള കഴിവ് ഇറാൻ നിലനിർത്തുന്നുവെന്നും മേഖലയിലുടനീളം പാളികളുള്ള പ്രതിരോധം US സേനയെ സംരക്ഷിക്കാൻ സഹായിക്കുന്നുണ്ടെന്നും ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ പറഞ്ഞു. എന്നാൽ കൂടുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.